കൈത്തറി സാരീസ്. ഇത് ചേന്നമംഗലം കൈത്തറി സാരിയാണ് കേട്ടോ. ചേന്നമംഗലം കൈത്തറിയിൽ ഒരു കാവി കളറിൽ പിങ്ക് ഡബിൾ ഷെയ്ഡ് ടോണിലിട്ട് ചെയ്തേക്കുന്ന കൈത്തറി സാരിയാണ്. ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്ന പിങ്ക് കളറിലും അതുപോലെ തന്നെ പല്ലു ഡീറ്റെയിലിംഗ് വരുന്ന ഒരു ഒലീവ് ഗ്രീൻ ടോണിലുമാണ്. ഒലീവ് ഗ്രീൻ ടോണിൽ ഇതുപോലെ തന്നെ സ്ട്രൈപ്സ് പാറ്റേൺ ആണ് വന്നേക്കുന്നത്. അത് കേരള കസവിൻ്റെ സ്ട്രൈപ്സ് പാറ്റേൺ ആണ് കേട്ടോ. ഈ കേരള കോട്ടൺ സാരി അതുപോലെ തന്നെ ഈ കൈത്തറി സാരീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഹാൻഡ്ലൂമിൽ വീവ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സമയവും അതുപോലെ തന്നെ ഒരുപാട് എഫേർട്ടും വേണ്ടുന്ന സാരീസാണ്. അപ്പോൾ അങ്ങനെ യുണീക്കായിട്ടുള്ള ഒരു കേരള കോട്ടൺ സാരി, കൈത്തറി സാരി, ഹാൻഡ്ലൂമിൽ ചെയ്തെടുത്തേക്കുന്ന കൈത്തറി സാരിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇത് സാരി ഒള്ളി സാരി ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് മെറ്റീരിയൽ കേട്ടോ. ഈ ബ്ലൗസ് മെറ്റീരിയൽ വന്നേക്കുന്നത് നമ്മൾ BM കോഡിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള ബ്ലൗസ് മെറ്റീരിയലാണ്. ഇതിൽ ഇപ്പോൾ എടുത്തു വെച്ച് നോക്കിയപ്പോൾ സെയിം കോമ്പിനേഷൻ, കളർ കോമ്പിനേഷനൊക്കെ ഓൾമോസ്റ്റ് സിമിലറാണ്. ഇതിൽ വന്നേക്കുന്ന ആ പിങ്ക് വർക്കും അതുപോലെ തന്നെ ഈ പല്ലുവിൻ്റെ ഒലിവ് ഗ്രീൻ ടോണും എല്ലാം കൂടി നല്ല മാച്ചായിട്ട് വരുന്നുണ്ട്. ഈ സാരിയും ഈ ബ്ലൗസ് മെറ്റീരിയലായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. രണ്ടിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. സാരി വരുന്നത് AHR കോഡിലാണ്. ഇത് സിംഗിൾ പീസാണ് കേട്ടോ. യുണീക്കായിട്ടുള്ള സാരിയാണ്, സിംഗിൾ പീസ് സാരിയാണ്. AHR 391 കോഡിലാണ് സാരി അവൈലബിൾ ആക്കിയേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4669 ആണ്. ഇനി BM മെറ്റീരിയൽ BM കോഡിലാണ് ബ്ലൗസ് മെറ്റീരിയലിൻ്റെ കോഡ് വരുന്നത്. അതിൻ്റെ പ്രൈസും അതുപോലെ തന്നെ കോഡും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ബ്ലൗസ് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും പ്ലെയിൻ സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ കേരള കോട്ടൺ സാരിയുടെ കൂടെയോ ഒക്കെ പെയർ ചെയ്യണമെങ്കിൽ നമുക്ക് BM കോഡിൽ ഒരുപാട് ബ്ലൗസ് മെറ്റീരിയൽസ്, ഡിസൈനർ ബ്ലൗസ് മെറ്റീരിയൽ, ഇത് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ഉള്ളതും ത്രെഡ് വർക്ക് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള ബ്ലൗസ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആണ്. ബ്ലൗസ് മെറ്റീരിയൽ സെപ്പറേറ്റ് അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആയിട്ടാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സ്റ്റിച്ച്ഡ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് അവൈലബിൾ ആക്കാം കേട്ടോ. അപ്പം ബ്ലൗസ് മെറ്റീരിയലും അൺസ്റ്റിച്ച് ബ്ലൗസ് മെറ്റീരിയലായിട്ടും നമുക്ക് ഈ സാരി അത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ AHR 391 ആൻഡ് BM കോഡിലുള്ള രണ്ട് പ്രോഡക്ട്സ് ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെമി സിൽക്ക് സാരി, നല്ല ഭംഗിയായിട്ടുള്ളൊരു കളർ പാലറ്റിലാണ് ചെയ്തു വന്നേക്കുന്നത്. ഡാർക്ക് ഷെയ്ഡും ഉണ്ട് കേട്ടോ, അത് ഞാനും എടുത്തു. എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു ബ്ലൗസ് മാച്ചിങ്ങും ഒക്കെ കിട്ടി. ഇതല്ല അതിൻ്റെ ബ്ലൗസ്, എന്നാലും നല്ല രസമല്ലേ? വെഡിങ് ലുക്ക്. എങ്ങാണ്ട് കല്യാണത്തിന് പോകാൻ ഇടുക്കി പോയി വന്നതിന്റെ ഇഫക്റ്റ് അടുത്ത റിസപ്ഷൻ വല്ലതും ഉണ്ടോ? ഉണ്ട്. ഞാൻ അതിന് ഏതെങ്കിലും എമർജൻസിയിൽ കൊണ്ടുവരരുത്. അന്ന് ഒരു വിധത്തിലാണ് ഞാൻ പ്രീ ഓർഡർ ചെയ്ത് കിട്ടിയ പാടെ വന്നതും ഗവി വേണമെന്ന് പറഞ്ഞ കാരണം അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് പെട്ടെന്ന് തയ്പ്പിച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അപ്പം അതുപോലെ തന്നെ ഭംഗിയുള്ളൊരു സാരിയാണ്. ഞാനിപ്പോൾ ഈ സാരി എടുത്ത് വെച്ചിട്ട് ഇതിനകത്ത് 5 കളർ ഉണ്ടായിരുന്നല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഗൗരി ഒരുങ്ങി നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടത്. കണ്ടോ? യെസ്, കണ്ടോ? ഗൗരിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുത്തേ. നല്ല ഭംഗിയായിട്ടുള്ളൊരു ലുക്ക്, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് സാരിയാണ്. ഉടുത്തതിന്റെ സുഖം ശരിക്കും ഭയങ്കര സുഖമുള്ള ഒരു മെറ്റീരിയലാണ്. അതിനകത്ത് സിൽവർ ജെറി കോപ്പർ ജെറി കോമ്പിനേഷൻ, അതിന്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈ പാറ്റേൺ, നമ്മുടെ അതിന്റെ ലിമോസ ഫ്ലവർ അല്ലേ, ഡ്രൈ ഫ്ലവേഴ്സ്, അറിയത്തില്ല ലിമോസ എന്നാണ് തോന്നുന്നു അതിന്റെ കറക്റ്റ് പേര്. തെറ്റ് പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്തോണം കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഡ്രൈ ഫ്ലവർ ആയിട്ടൊക്കെ നമ്മൾ വെക്കുന്നത്, അല്ലെങ്കിൽ ബേബീസ് ബർത്തിനകത്തൊക്കെ ഫില്ല് ചെയ്തൊക്കെ കൊടുക്കും. ബേബീസ് ബർത്ത് എന്ന് പറയുന്ന ഫ്ലവർ ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത്, അതിനെയൊക്കെ നമ്മൾ ബഞ്ച് ചെയ്ത് നമ്മളൊരു സാറ്റിൻ റിബൺ ഇട്ടൊക്കെ ടൈ ചെയ്യുന്ന ആ ഒരു പാറ്റേണിലാണ് അതിന് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. കോപ്പർ ജെറിക്കകത്ത് ഉള്ള സ്റ്റെമ്മും സിൽവറിൻ്റെ കോമ്പിനേഷനിൽ ഷെയ്ഡിങ് ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന ബഞ്ച് ഡിസൈൻസുമാണ്. ആൻഡ് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ട്രഡീഷണൽ ആയിട്ട് നിൽക്കുന്ന പല്ലു ഡീറ്റെയിലിങ്, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന മെറൂണും കോപ്പറും കൂടെ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന പല്ലു. നേവി ബ്ലൂ സാരിയിൽ മെറൂൺ പല്ലു ആൻഡ് ബ്രിക്ക് മെറൂൺ കളറിലുള്ള ബ്ലൗസ് ഇട്ട് പെയർ ചെയ്തപ്പോൾ പോലും ഭയങ്കര രസമുണ്ട് അത് കാണാൻ. ആക്ച്വലി കളർ വന്നിരിക്കുന്നത് ഇത് തന്നെയാണ്, വിത്ത് ബോർഡർ ഡീറ്റെയിലിംഗ്. നമുക്ക് പല്ലുവിന്റെ അതേ കളർ തന്നെയാണ്. ഇതല്ലേ ഷെയ്ഡ് വരുന്നത്? ഈ ഒരു അറ്റത്ത് വരുന്ന ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് ഗൗരി. പക്ഷേ ഈ കോപ്പറിന്റെ ടിന്റ് ഇതിനകത്ത് മാച്ച് ചെയ്ത് വന്നേക്കുന്നത് കാരണം ഇങ്ങനത്തെ ബ്ലൗസസും അതിൻ്റെ കൂടെ നന്നായിട്ട് പെയർ ചെയ്ത് പോകാൻ പറ്റും. അപ്പം ഈ ഒരു സാരി നമ്മൾ പ്രീ ഓർഡർ കാറ്റഗറിയിലും റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ടും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ വേഗം വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തോ. കോഡ് വന്നേക്കുന്നത്
TR127 എന്ന കോഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 1809 ആണ് പ്രൈസ് ചോദിക്കുന്നത്. അല്ല 2800. ഒരു സെക്കൻഡ് മാറിപ്പോയി. ഞാൻ ഈ കളറും കൂടെ ഓപ്പൺ ചെയ്യാം. 2809 ആണ് കേട്ടോ. 2809. ഞാൻ ഓർത്ത് 1800 ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഞാനൊന്ന് ഞെട്ടി. 2809 ബിക്കോസ് അത്രയ്ക്ക് ഫൈൻ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റി. ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്യുവറിനകത്ത് വരുന്നത് പോലെ തന്നെ ഫിനിഷിങ്. അത് ഗ്രീൻ ത്രെഡ് വേറെ എവിടെ നിന്ന് വന്നതാണ് കണ്ടോ. പ്യുവറിനകത്ത് വരുന്ന പോലത്തെ തന്നെ ഒരു ഫിനിഷിംഗ് ആണ്. വളരെ സോഫ്റ്റ് ആണ്. ആൻഡ് ഇത് കണ്ടോ അങ്ങനെ ഒരു ചുളുക്ക് വരുന്ന പാറ്റേൺ പാറ്റേൺ അല്ല. ആൻഡ് ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതൊരു പ്യുവർ അല്ല എന്ന് തോന്നുന്ന രീതി തോന്നത്തില്ല. ഇതിന്റെ ആണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ. ഞാനിപ്പോ ഈ യെല്ലോ ബ്ലൗസ് ഇട്ടേക്കുന്നോണ്ടാ, അല്ലെങ്കിൽ ഞാനിപ്പം ഉറപ്പായിട്ടും ഈ സാരി എടുത്ത് കൊടുത്തേനെ. നല്ല രസമാണ്. നമ്മുടെ വെഡിങ് സ്ക്വാഡ് ടീംസ് ഒക്കെ എല്ലാവരും കാണുമല്ലോ, അപ്പൊ അതിനകത്തൊക്കെ നല്ല ഭംഗിയായിട്ട്. ഈവൻ ഈ കളർ പാലറ്റ് ഉണ്ടല്ലോ, ഈ കളർ ഷെയ്ഡ്സ് ആക്ച്വലി താലം പിടിക്കാനൊക്കെ ആയിട്ട് കൊടുക്കാൻ നല്ല ഓപ്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ കളേഴ്സ് സെയിം പാലറ്റ് സ്റ്റൈലിൽ പോവുകയും ചെയ്യാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഒക്കെ കിട്ടും. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ താലം പിടിച്ച് പോകുന്നതാണ് എന്ത് രസമാണെന്നറിയാവോ. ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു പ്രിപ്പറേഷൻ ആയില്ല. അതെ, അത് മാത്രമല്ല എല്ലാവരും ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ട് ക്യാരി ചെയ്യാനും അതിനനുസരിച്ചുള്ള സിമ്പിൾ ജ്വല്ലറീസും പാറ്റേൺ സ്റ്റൈൽസും ഒക്കെ ഇപ്പം നമ്മുടെ ഇന്റർനെറ്റിന്റെ ഇതുള്ളത് കൊണ്ടും പിന്നെ എല്ലാവർക്കും ചെറിയ ചെറിയ റീൽസും ഷോർട്സും എല്ലായിടത്തും ഇൻസ്പിറേഷൻസ് ആണ് നമുക്ക് എപ്പോഴും. അതുകൊണ്ട് നല്ല ഭംഗിയുള്ള സാരീസ് ആണ്. അപ്പം നമുക്ക് ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഞാൻ 1 ലെയറിലാട്ടോ ഇപ്പോൾ പിടിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ്. ആൻഡ് ഇപ്പോൾ ഇത്രയും സാരി ഉണ്ടെങ്കിൽ പോലും അധികം വെയിറ്റ് ഇല്ല. വെയിറ്റ് ഉണ്ട്, പക്ഷേ അധികം വെയിറ്റ് ഇല്ല. 3 സാരി ഞാൻ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ. ഇതാണ് എൻ്റെ സെക്കൻഡ് കളർ. അതൊരു വയലറ്റ് ചേർന്നിട്ടുള്ള ഷെയ്ഡാണ്. അത് ഡബിൾ ടോൺ അതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ഇതിന് മിക്കവാറും വയലറ്റ് ആയിരിക്കും ബ്ലൗസ്. നോക്കാം. അല്ല, ഗ്രീനാന്ന് തോന്നുന്നു. ഗ്രീനാ കണ്ടോ, ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ കളർ വന്നേക്കുന്നത് കേട്ടോ. നല്ല നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇതൊരു ബ്രിക്ക് പീച്ച് ടോണിലാണ് ലൈലാക്കിൻ്റെ കൂടെ വന്നേക്കുന്നത്. അപ്പോൾ ബ്രിക്ക് പീച്ചിൻ്റെ കൂടെ വന്നേക്കുന്നത്. ഏത് കളറിലാണോ പല്ലു ബ്ലൗസ് വരുന്നത് നോട്ട് ചെയ്തേക്കുന്നത്, ഇത് കണ്ടോ, ഈ നോട്ടിൻ്റെ കളറിലാണ് എൻ്റെ ബ്ലൗസും പല്ലുവും വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ പീച്ച് ഷെയ്ഡ് കേട്ടോ. കണ്ടോ, നല്ല കോമ്പിനേഷൻ ഈസ് വെരി പ്രിറ്റി. നല്ല രസമായിട്ടാണ്. പ്യുവറിനകത്ത് വരുന്ന കളർ പാലറ്റ് ആണ്. അതെ അതെ, അതിനകത്ത് ബോർഡറും വരുന്നുണ്ട്. ബ്ലൗസിൽ ബോർഡർ വരുന്നുണ്ട്. ഹാൻഡ് വർക്ക് ഒന്നും ചെയ്യണ്ട, സിമ്പിൾ ആയിട്ട് ബോർഡർ ഡീറ്റെയിലിംഗ് കൊടുത്ത് ചെയ്യാം. ആൻഡ് വേണമെങ്കിൽ ഹാൻഡ് പ്ലെയിൻ ആക്കിയിട്ട് ഈ ബോർഡർ എടുത്ത് ബാക്കി കൊടുത്തിട്ട് കയ്യിൽ ആ ബഞ്ച് പോലത്തെ അത് വേണമെങ്കിലും ചെയ്യാം. ഓർ ഡബിൾ ബോർഡർ ആയിട്ട് ബാക്കിൽ ഒരു ഹൈനെക്ക് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽ വേണമെങ്കിലും കൊടുക്കാം. നല്ല രസമായിരിക്കും കാണാനായിട്ട്. നെക്സ്റ്റ് കളർ പീച്ച്. അതൊരു പിങ്കും മോവന്റെ ഒക്കെ ചേർന്നിട്ടുള്ള ഇച്ചിരി കൂടെ ഒരു ബ്രൈറ്റർ പാലറ്റ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന രണ്ടും ഇച്ചിരി കൂടെ ഡാർക്ക് പാലറ്റ് ആണ്. ഇതും ഗ്രീൻ തന്നെയാണ് കോമ്പിനേഷൻ, പക്ഷെ അതൊരു ലൈറ്റ് സോഫ്റ്റ് ഡബിൾ ടോണിൽ വന്നിട്ടുള്ള ഷെയ്ഡാണ്. ഇതിനകത്ത് പീച്ചും ഗ്രീനും കൂടെയാണ് ഡബിൾ ടോൺ വന്നിരിക്കുന്നത് കേട്ടോ. നല്ല രസമുള്ള ഒരു ഫുൾ ലെങ്ത് വൈസ് യാൻസ് ആ പീച്ച് കളറിൽ വന്നേക്കുന്നതുകൊണ്ടാണ്. അതിലും ഭയങ്കര രസമുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഇത് ഞാൻ എന്തായാലും ഉടുത്തിട്ടുള്ള ഫോട്ടോ വെബ്സൈറ്റ് കളർ അത് ഇതൊക്കെ റയർ കളേഴ്സ് ആണ്. നമ്മൾ അധികം കാണുന്ന ഒരു കളർ ഷെയ്ഡ്സ് ഒന്നും അല്ല. ഇത് ആക്ച്വലി ഒലിവ്, സോൾട്ടഡ് ഒലിവിന്റെ സെയിം ഷെയ്ഡിനകത്ത് ലൈറ്റ് കോഫി കളർ കോമ്പിനേഷനിലാണ് എൻ്റെ ഇത് വന്നേക്കുന്നത്. അതും പീച്ചാണ് ഡബിൾ ടോണിൽ വന്നേക്കുന്നത്. നോക്കിയേ, നല്ല രസമുണ്ട്. ആ പീച്ച് ആൻഡ് ഇതിന്റെ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. എല്ലാത്തിനകത്തും സെയിം ആ ഒരു ലിമോസ പാറ്റേണിലുള്ള ഫ്ലോറൽ ബഞ്ചാണ് ചെയ്തേക്കുന്നത്. ആൻഡ് നോട്ട് ചെയ്തേക്കുന്ന കളറിനനുസരിച്ച് ഇതിനകത്തും ആ ഒരു ഗ്രീൻ ടോൺ കയറിയ പോലെ ഒരു ബ്രൗൺ ആണല്ലേ, ഒരു ഗ്രീനിഷ് ബ്രൗൺ ഷെയ്ഡാണ്. അത് തന്നെയാണ് അതിനകത്ത് വൺ സൈഡിൽ വന്നേക്കുന്നത്. ഇത് കണ്ടോ, മെഹന്തി ഗ്രീനിന്റെ ഷെയ്ഡാണ് ഇതിനകത്ത്. കാണാവോ വീഡിയോക്കകത്ത്? ഇതെല്ലാം റയർ കോമ്പിനേഷൻസ് ആണ്. ഡെഫിനറ്റ് ആയിട്ടും റയർ കോമ്പിനേഷൻ. ഉടുത്ത് കണ്ടാലാണ് ഈ സാരീസിന്റെ ഒക്കെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. ഈ സാരി എന്താണെന്ന് ഞാൻ ഡ്രേപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോ അവൈലബിൾ ആയിരിക്കും. അപ്പം ഇതെല്ലാം തന്നെ നമ്മൾ പ്രീ ബുക്കിങ്ങിനകത്തും അവൈലബിൾ ആണ്. പ്രൈസ് റേഞ്ച് ഒരിക്കൽ കൂടി പറയാം, 2809. ഇപ്പം നിങ്ങൾ കാണുന്ന സാരി കണ്ടോ, നല്ല ഭംഗിയായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് കാണുമ്പം ഏത് ഫാബ്രിക്കിലാണെന്നൊരു കൺസേൺ തോന്നുന്നുണ്ടാവും അല്ലേ?
കോട്ടൺ ബേസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ചന്തേരി ചന്ദേരി ഫാബ്രിക്. ഫാബ്രിക്. നമ്മൾ 9,000 8,000 to 10,000 റേഞ്ചിനകത്ത് 9,000 ആണ് 9,200 ആണ് ഇത്രയും വർക്ക് വരുന്നുണ്ടെങ്കിൽ ടസർ അല്ലേ പറഞ്ഞു വരുന്നത്, അത്രയും വരും. അതെ, ദേശീയ ടെസറിനകത്ത് ഇതുപോലത്തെ എംബ്രോയിഡറി ചെയ്തിട്ടൊക്കെയുള്ള സാരീസ് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കമൻസിനകത്ത് ടെസർ സാരി എന്നുള്ളതല്ല, ആ ഡിസൈൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്നുള്ള ഒരു കമൻറ്റും നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ഡിസൈനേഴ്സുമായിട്ടും നമ്മുടെ വെൻഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മൾ ചന്തേരിയിൽ ആ ഒരു ടെസറിൻ്റെ ലുക്ക് വരുന്ന കളർ, ആ ഒരു വെയിറ്റും സിമിലർ ആയിട്ടുള്ള ഒരു വെയിറ്റിനകത്ത് സിമിലർ ആയിട്ടുള്ള ഒരു ലുക്ക്, ഫോൾ ആൻഡ് ഫീലിൽ ഉള്ള ലുക്കിൽ പേസ്റ്റൽ ചാർട്ടിൽ ബ്രൈറ്റർ ലുക്കിൽ കൊണ്ടുവന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് ഇന്ന് നമ്മുടെ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ടെസറിൻ്റെ ആ ഒരു കളർ പാലറ്റ് മാത്രമാണ് ടെസറിൻ്റെ ആ ഫീലല്ല ഫാബ്രിക്കിന് വന്നിരിക്കുന്നത്, കാഴ്ചയിൽ ആ ഫീലിലാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് ടോൺ ടു ടോൺ എംബ്രോയിഡറി ചെയ്തേക്കുന്ന സാരീസ്. ത്രൂ ഔട്ട് ദ സാരിയിൽ ലക്നൌവി ഇൻസ്പയർഡ് ആയിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ സാരി. YNG 354 എന്ന കോഡിൽ 2,879 ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച്. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി കളേഴ്സ് കണ്ടാലോ? ഇപ്പോൾ ഞാൻ ഗൗരി വേറൊരു സാരി കൊടുത്തേക്കുന്നത്, അപ്പം അതിന്റെ പുറത്ത് ഞാൻ അതും ഒരു ചന്തേരി തന്നെയാണ് കേട്ടോ. അത് YNG 353ഉം 352നകത്തും അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. ഇത് ഫുള്ളായിട്ട് അത് ബൂട്ട പാറ്റേൺസും ബോർഡർ ഡീറ്റെയിലിങ്ങും വന്നിട്ടുണ്ട്. ആൻഡ് ഇത് വന്നിരിക്കുന്നത് ഫുൾ ജാൽ പാറ്റേണിലാണ്. ഇതാണ് ടെസറിനകത്ത് നിന്നുള്ള ഇൻസ്പിറേഷൻസിൽ വന്നിരിക്കുന്നത്. സെയിം എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി. നല്ല പ്ലീറ്റ്സും കേട്ടോ. ശരിക്കും ഞാൻ ഒരു പെട്ടെന്ന് എവിടെ നിന്നു വന്ന് എടുത്തു, അത്രേ ഉള്ളൂ, അത്രയും സമയമുള്ളൂ. നല്ല ഭംഗിയായിട്ട് വീണിട്ടുമുണ്ട് ആൻഡ് നീറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. ഫ്രഷ് ലുക്കിൽ ഓഫീസ് ഗോയിങ് ആയിട്ടുള്ളവർക്കും ഒരു സെമി പാർട്ടി വെയർ ലുക്കിലും പേഴ്സണലൈസ്ഡ് ക്ലോസ് ഫ്രണ്ട് സർക്കിളിന് ബർത്ത്ഡേക്കും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ് സാരി ലവേഴ്സ് ആണെങ്കിൽ. കളർ ഷെയ്ഡ്സും അതുപോലെ ഭംഗിയാണ്. നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ അകത്ത് ആ ലുക്കിന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള എന്തെങ്കിലും ഒരു ബ്ലൗസിന്റെ കൂടെ പെയർ ചെയ്യാം. പിന്നെ നമുക്ക് ബ്ലൗസസ് മിസ് ചെയ്യരുത് കേട്ടോ. ഇതിന്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിരിക്കും DM ബ്ലൗസസിന്റെ പെയർസ് കോമ്പിനേഷൻസ് ഒക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സജഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുമായിട്ട് പിങ് ചെയ്താൽ മതി. നമുക്ക് അതിന്റെ ഏത് ബ്ലൗസ് ആയിരിക്കും ഇതിന്റെ കൂടെ മാച്ച് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. ഇപ്പം പീച്ച് കളറിന്റെ കൂടെ ഇതൊക്കെ റെയർ കോമ്പിനേഷൻ. അപ്പം ഈ ഒരു ഷെയ്ഡിനകത്ത് പീച്ച് കളറിലുള്ള ചെറിയൊരു എംബ്രോയിഡറി ഉള്ള ബ്ലൗസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. പീച്ചും ക്രീമും കൂടെ ഉള്ള ഒരു സ്റ്റെം പാറ്റേൺ പോകുന്ന ഒരു ബ്ലൗസ് ഉണ്ട്. അപ്പം അപ്പം അങ്ങനത്തെയൊക്കെ ഡിസൈൻസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസൈൻസ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ബേസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ശരി, ടൈം കൺസ്യൂമിങ് ആട്ടോ. ഇപ്പൊ നമ്മുടെ സീസൺ ടൈം ആയത് കാരണം തന്നെ കുറച്ച് ടൈം എടുക്കും. ഓണത്തിന്റെ റഷ് ഓൾറെഡി നമുക്ക് വർക്ക് ഒക്കെ തുടങ്ങി കഴിഞ്ഞു. അതുകൊണ്ട് ആൻഡ് നെക്സ്റ്റ് കളർ ഈസ് ബ്യൂട്ടിഫുൾ പീച്ച്. ദെൻ അടുത്ത കളർ വന്നേക്കുന്നത് ടർക്കോയിഷ്. ബ്ലൗസ് ഇതിൻ്റെത് നമുക്ക് സോളിഡ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് കേട്ടോ. പ്ലെയിൻ ബ്ലൗസ് ആണ്. ബിക്കോസ് സാരിയിൽ ഫുള്ളായിട്ട് വർക്ക് വന്നേക്കുന്ന കാരണം നമ്മൾ അതിനെ ഒത്തിരി ബ്രൈറ്റ് ആക്കാതെ ഒത്തിരി കോമ്പിനേഷൻസ് കൊണ്ടുവരാതെ സട്ടിലായിട്ട് നിൽക്കുന്നതാണ് അതിന്റെ ഈ ഒരു സാരിയുടെ ഐഡിയ. അതാണ് ലൗഡ് അല്ലാത്ത കോമ്പിനേഷൻ. പിന്നെ പേൾസ് ജ്വല്ലറി, പേളിന്റെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ എന്തുവാ ബീഡഡ് ആയിട്ടുള്ള ജ്വല്ലറീസിന്റെ കൂടെ, ഈവൻ ഗോൾഡ് ചെയിനിന്റെ കൂടെ ചെറിയ ചെറിയ ലോക്കറ്റ്സിന്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിട്ട് സ്റ്റൈലിംഗ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് കളർ പിടിച്ചോളൂ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഓണിയൻ പിങ്ക് ആണ് അല്ലേ? നല്ല ഭംഗിയുള്ളൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡ്. ത്രൂ ഔട്ട് പല്ലുവിൻ്റെ പോർഷനിലും എല്ലാം ഫുള്ളായിട്ട് റണ്ണിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ടാസിൽസും അതിനകത്ത് കോട്ടൺ ടാസിൽസ് സിൽക്ക് ത്രെഡ് വെച്ച് ഇതാണ് ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ഫുൾ സാരി ലുക്ക്. ആൻഡ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് യെല്ലോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ്റെയും യെല്ലോയുടെയും കോമ്പിനേഷൻ. ഗോൾഡൻ യെല്ലോ കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇതാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടിഫുൾ ലക്നൌവി പാറ്റേണിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളേഴ്സ്. YNG 354 and priced at 2879.